നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഞെരുക്കത്തിലുള്ള പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ തീരുമാനമാണ് കുവൈറ്റ് എടുത്തിരിക്കുന്നത്. പ്രവാസികൾക്ക് ഇനി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നത് കൂടുതൽ എളുപ്പമാകും. കോവിഡ് കാലത്ത് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ നീക്കിക്കൊണ്ട് വായ്പാ നയത്തിൽ സുപ്രധാന മാറ്റങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ലെന്നാണ് ബാങ്കുകളുടെ പൊതു തീരുമാനം. അൽറായ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രവാസികൾക്ക് വായ്പ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നയം ബാങ്കുകൾ അവസാനിപ്പിച്ചതായി ബാങ്കിംഗ് വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം കോവിഡ്-19 വ്യാപനത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മികച്ച സ്ഥിതിയിലേക്ക് രാജ്യത്തെ വായ്പാ നയം മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രവാസികൾക്ക് ബാങ്ക് വായ്പകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലവിലെ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്ന രീതിയിലാണ് വായ്പാ നയം പരിഷ്കരിച്ചിരിക്കുന്നതെന്ന് ബാങ്കിംഗ് മേഖലയിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ വായ്പാ നയപ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൂടി വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രധാന ഇളവുകളാണ് ബാങ്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 70,000 കുവൈറ്റ് ദിനാർ വരെ പ്രവാസികൾക്കും ബെദൂയിൻ വിഭാഗങ്ങൾക്കും ഇനി മുതൽ വായ്പ എടുക്കാം. എടുക്കുന്ന വായ്പയ്ക്ക് അനുസൃതമായി പ്രത്യേകിച്ച് എന്തെങ്കിലും ഈട് നൽകണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ബാങ്ക് അധികൃതർ അറിയിച്ചു. പ്രവാസികൾ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥാപനം വിശ്വസിക്കത്തക്കതാവണം എന്ന നിബന്ധന മാത്രമാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. പേയ്മെന്റ് കാലാവധി 8 വർഷം വരെയായി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, വായ്പ അനുവദിക്കാൻ ആവശ്യമായ ജോലി കാലയളവ് 1 വർഷത്തിന് പകരം 4 മാസമായി കുറച്ചതായും അധികൃതർ അറിയിച്ചു. ഉപഭോക്തൃ വായ്പയുടെ മൂല്യം ശമ്പളത്തിന്റെ മൂല്യത്തിനനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. ശമ്പളത്തിന്റെ 20 ഇരട്ടി വരെ വായ്പ അനുവദിക്കാൻ ബാങ്കുകൾക്ക് അധികാരം നൽകുന്നതാണ് പുതിയ വായ്പാ നയം. പ്രതിമാസ തിരിച്ചടവ് സംഖ്യ കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി തീരുമാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കുൾപ്പെടെ ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നതിലുള്ള ശമ്പള പരിധിയിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് വളരെ ആശ്വാസമാകും. നിലവിൽ 500 ദിനാർ പ്രതിമാസ ശമ്പളം ഉള്ളവർക്ക് മാത്രമായിരുന്നു ബാങ്കുകൾ വായ്പ അനുവദിച്ചിരുന്നത്. ഇത് 300 ദിനാറായി കുറച്ചതായും പത്രം റിപ്പോർട്ട് ചെയ്തു. പഴയ വായ്പാ നയത്തിലെ നിബന്ധനകൾ കാരണം ബുദ്ധിമുട്ടിലായവർക്ക് പുതിയ വായ്പാ നയം വളരെ ഉപകാരപ്പെടും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.